ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തിന്റെ ആക്രമണം നേരിട്ട പാകിസ്ഥാൻ തിരിച്ചാക്രമണം നടത്തിയത് വീഡിയോ ഗെയിമുകളുടെ സഹായത്തോടെയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു രേഖ തെളിയിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ലോകത്തോടെ പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞത് പാകിസ്ഥാന് ഭാരതത്തിനെതിരെ ശക്തമായ വിജയങ്ങൾ ഉണ്ടായി എന്നാണ്. അവിടുത്തെ സർക്കാർ മാത്രമല്ല, സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇക്കോസിസ്റ്റം ഒന്നാകെ പുറത്തു വന്ന് ഞങ്ങളിതാ ഭാരതത്തെ തിരിച്ചാക്രമിച്ചിരിക്കുന്നു, ഭാരതത്തിന് വലിയ നഷ്ടങ്ങളുണ്ടായി, ഭാരതത്തിൻ്റെ റഫേൽ വിമാനം വരെ നമ്മൾ വെടിവെച്ച് താഴെയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ലോകം ഒരു നിമിഷത്തേക്കാണെങ്കിലും ഞെട്ടി. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് അങ്ങനെ ചെയ്യാനുള്ള യാതൊരു ശക്തിയും കഴിവും ഇല്ല എന്ന് ഉറപ്പ് ഉള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ പോലും ഒരു നിമിഷം ഒരുപക്ഷെ ഇത് വിശ്വസിച്ചിട്ടുണ്ടാവും. കാരണം അത്ര കൃത്യതയോടെ അത്ര കോർഡിനേറ്റഡ് ആയിട്ടുള്ള വൻ പ്രചരണമായിരുന്നു പാകിസ്ഥാൻ അഴിച്ചുവിട്ടത്. പക്ഷേ ഇത്തരം അസത്യ പ്രചരണങ്ങൾക്ക് ഒരിക്കലും ആയുസ് ഉണ്ടാവാറില്ല. കാരണം ഭാരതം തീർച്ചയായിട്ടും ഇത്തരം അസത്യ പ്രചരണങ്ങളെ പുച്ഛത്തോടെ, പരമപുച്ഛത്തോടെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ ഈ പറഞ്ഞ പ്രചരണങ്ങളോട് തിരിച്ച് മറുപടി പറയാൻ പോലും ഭാരതം അന്നും തയ്യാറായിട്ടില്ല, ഇന്നും തയ്യാറായിട്ടില്ല. പക്ഷേ 36 റഫേൽ വിമാനങ്ങളിൽ ഒന്നെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന് വലിയ തിരിച്ചടിയാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഭാരതത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇത് ഒരു ആയുധമാക്കാനും അല്പസമയത്തേക്കെങ്കിലും ശ്രമിച്ചു. ഇതാണ് പാകിസ്ഥാന്റെ അസത്യ പ്രചരണങ്ങളുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്. പക്ഷേ ആ അസത്യ പ്രചരണങ്ങളെല്ലാം തന്നെ പിന്നീട് പൊളിഞ്ഞു വീണു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി റഫേൽ വിമാനം തകർന്നു വീണതിന്റെ ചിത്രങ്ങളെന്ന് പറഞ്ഞ് അവർ എടുത്തു കാണിച്ചത് ഒരു വീഡിയോ ഗെയിമിലെ എഡിറ്റ് ചെയ്ത ചില ഭാഗങ്ങളും അതേപോലെ 2022 നടന്ന ഒരു സുഖോയ് വിമാനത്തിന്റെ അപകടത്തിന്റെ ദൃശ്യങ്ങളും ഒക്കെ ചേർത്ത് അതാണ് റഫേൽ വിമാനം തകർന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോഴിതാ അതിന്റെ പുതിയ തെളിവ് കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു. അതായത് ഭാരതത്തിൽ ഇപ്പോൾ നിലവിലുള്ള 36 റഫേൽ വിമാനങ്ങളും പൂർണ്ണമായും സജ്ജമാണ് എന്നും അവർക്ക് പൂർണ്ണമായും അത് ഓപ്പറേഷനിലാണ് എന്നും തെളിയിക്കുന്ന ഒരു രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ പ്രചരണങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഭാരതം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുത്തൊന്നുമല്ല. അതിന് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഭാരതം പറയാതെ തന്നെ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രേഖകൾ പുറത്തു വന്നത് ഒരു മെയിൻ്റനൻസ് കോൺട്രാക്റ്റിന് വേണ്ടി ടെൻഡർ വിളിക്കാൻ വേണ്ടിയാണ്. അതായത് റഫേൽ വിമാനങ്ങൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് മേടിച്ചപ്പോൾ അത് 10 വർഷത്തെ അവരുടെ ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു കരാർ നമുക്കുണ്ടായിരുന്നു. അത് ഈ 2026 സെപ്റ്റംബറിൽ തീരുകയാണ്. പുതിയ കരാർ വരുന്നതിന് ഇടയ്ക്കുള്ള ഭാഗം ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് ഈ റഫേൽ വിമാനങ്ങളുടെ മെയിൻ്റനൻസിനും മറ്റും വേണ്ടി ഒരു 5 മാസത്തെ ഒരു ഇടക്കാല കരാറിന് വേണ്ടി ടെൻഡർ വിളിക്കുന്ന രേഖകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ആ രേഖകളിൽ വളരെ കൃത്യമായി ഈ 36 വിമാനങ്ങളും 36 റഫേൽ വിമാനങ്ങളുടെ ലിസ്റ്റും ഈ 36 റഫേൽ വിമാനങ്ങൾ 2 എയർഫോഴ്സ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഈ 36 വിമാനങ്ങൾ ഈ പറയുന്ന 5 മാസങ്ങൾക്കിടയിൽ എത്ര കിലോമീറ്റർ പറക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഈ രേഖകളിൽ വളരെ വ്യക്തമാണ്. ഇല്ലാത്ത വിമാനത്തിൻ്റെ മെയിൻ്റനൻസിന് തീർച്ചയായും എന്തായാലും ആരും ടെൻഡർ വിളിക്കില്ല. അങ്ങനെ ടെൻഡർ വിളിക്കുകയും അങ്ങനെ ഒരു കാര്യം പുറത്തു വരികയും ചെയ്താൽ അതിൽ പരം നാണക്കേടുമില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തപ്പോൾ പാകിസ്ഥാനെ കൃത്യമായി പാകിസ്ഥാൻ്റെ നൂർഖാൻ ബേസ് ഉൾപ്പെടെയുള്ള ആക്രമിച്ചതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും പുറത്തുവിടുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ചത് ഇത്തരം അസത്യ പ്രചരണങ്ങളും വീഡിയോ ഗെയിമുകളും കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു, എത്രമാത്രം അഭിമാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് അത് മാറുകയാണ്. ഭാരതത്തിലെ പാകിസ്ഥാൻ അനുകൂലികളും പാകിസ്ഥാൻ അഭിമാനികളും തൽക്കാലം ക്ഷമിക്കുക, അവരുടെ ദുഃഖം കടിച്ചമർത്തിയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ജയ് ഹിന്ദ്.